നട്ടപ്പാതിരാക്കി മുംബൈയിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ കൊച്ചിവെളുപ്പങ്കാലത്ത് ഗോവയിലെത്തി. വെൽക്കം ടു ഗോവ സീരീസ്. രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ ഗോവയിലെ തിവിം റെയിൽവേ സ്റ്റേഷനിലെത്തി. തൊട്ടടുത്ത് ഒരു ബൈക്ക് റെന്റ് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ 4 സ്കൂട്ടി റെന്റ് എടുത്ത്, പിന്നെ റെന്റ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോഴെങ്കിലും പണി കിട്ടിയാലോ, അങ്ങനെ എല്ലാ വണ്ടിയുടെയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. സ്റ്റേയിൽ ബാഗെല്ലാം വെച്ചിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാനായിട്ട്. സ്റ്റേയിൽ ബാഗും വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം തപ്പി കിടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നൊരു കടയൊന്നുമില്ല. അങ്ങനെ ഒരു കൊച്ചു കട കണ്ട് അവിടുന്ന് മസാല ദോശയും പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. സംഭവം ഈ കടയിൽ വന്ന് കഴിച്ചത് ഒരു വർത്തായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് അഗോഡ ഫുഡിലേക്കാണ്. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് പ്രത്യേകിച്ച് റെയിൻകോട്ട് പോലും എടുത്തിട്ടില്ല. ഞങ്ങൾ നിന്നങ്ങ് നനഞ്ഞു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. സ്റ്റേയിൽ വന്ന് ഇന്നലെ തൊട്ടിടുന്ന ഡ്രസ്സായതുകൊണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പൂളിലോട്ടിറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങുന്നത് ബാഗ ബീച്ചിലോട്ടാണ്. ബാഗ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4 മണിയായി ഇറങ്ങിയപ്പോൾ. അപ്പോഴത്തേക്കും ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരും പോകും. ഇവന്മാർ ഇന്ന് സ്റ്റേ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലെത്തി. അവിടെ കടലൊക്കെ ആണെങ്കിൽ ഇനി കരയ്ക്കടുത്ത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിൽ വേലിയേറ്റ സമയമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഗോവൻ കാഴ്ചകൾ കാണുകയായിരുന്നു. നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് വണ്ടിയെടുത്ത് ഒരു 100 മീറ്റർ ഇറങ്ങിയതേ ഉള്ളൂ. എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ പോലീസുകാരൻ കൈ കാണിച്ച് ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. പിന്നെ 1500 രൂപയാണ് പെറ്റി പറഞ്ഞത്. പിന്നെ പറഞ്ഞ് അവസാനം അതൊരു 300 രൂപയിൽ ഒതുക്കി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അപ്പുറത്തോട്ട് പോയിട്ട് ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ കയറി സ്ഥലമൊക്കെ കണ്ട്, ഷോപ്പിംഗ് അല്ലെങ്കിലും ചുമ്മാ കടകളൊക്കെ കയറി കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരു കട തപ്പി ഇറങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കുന്നൊരു കടയിൽ കയറി ഞങ്ങൾ 200 രൂപയ്ക്ക് ഒരു ബിരിയാണിയും ഒരു ഷവർമയും കിട്ടുന്നൊരു കോംബോ ഓഫർ കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാം അത് തട്ടുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ. ഗോവയിലെ ഫുഡെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അത്ര ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ 2 റൂമിൽ പോയി ബാഗും എടുത്ത് നേരെ ഞങ്ങളെ ഇവരുമാർ തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരെ കൊണ്ടാക്കി. അങ്ങനെ 11:30 ട്രെയിൻ വരുന്നതോടുകൂടി ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് അവസാനിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു വലിയ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്ന്. അപ്പോൾ ഇതായിരുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.